കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ ചിത്രം വളരെ കൗതുകമുണ്ടാക്കുന്നതും രസകരമായിട്ടുള്ളതാണ് എന്നത് പലപ്പോഴും പലർക്കും അറിയാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എത്ര കക്ഷികളുണ്ട് എന്ന് ഉൾപ്പെട്ട് നിൽക്കുന്ന കക്ഷികൾക്ക് പോലും നിശ്ചയമുണ്ട് എന്ന് തോന്നുന്നില്ല. ഞാൻ ഏറ്റവും ഒടുവിൽ അതിൻ്റെ കണക്ക് പരിശോധിച്ചപ്പോൾ 11 കക്ഷികളാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉൾപ്പെട്ട് നിൽക്കുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-നോ അതിൻ്റെ കൺവീനർക്കോ ഈ 11 കക്ഷികളും ഉണ്ട് എന്നറിയാമോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന CPM, അതുപോലെ CPI, അത് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, അതിനുശേഷം വരുമ്പോൾ ഇന്ത്യൻ നാഷണൽ ലീഗ്, അതുപോലെ കേരള കോൺഗ്രസ് എസ്, കേരള കോൺഗ്രസ് ബി, ജനാധിപത്യ കേരള കോൺഗ്രസ്, RJD, NCP, INL, അതുപോലെ തന്നെ കോവൂർ കുഞ്ഞുമോൻ നേതൃത്വം കൊടുക്കുന്നതായ RSP ലെനിനിസ്റ്റ്. ഇങ്ങനെ 11 പാർട്ടികൾ ഉൾപ്പെടുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് മാധ്യമങ്ങൾക്ക് പോലും അറിയാമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു വിചിത്രമായിട്ടുള്ള സംഗതി, ഈ 11 കക്ഷികളിൽ ഏതാണ്ട് 8 കക്ഷികളും ഒറ്റയാൾ കക്ഷികളാണ്. അവർ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ മാത്രമേ ഉള്ളൂ അവരുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇവരെയൊക്കെ രാഷ്ട്രീയ പാർട്ടി എന്ന് എങ്ങനെ വിളിക്കും? ഉദാഹരണമായി കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരേ ഒരു MLA, അദ്ദേഹം പത്തനാപുരം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന പാർട്ടി മറ്റേതെങ്കിലും മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് മഷിയിട്ട് നോക്കിയാൽ പോലും കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. അതിനിടയ്ക്കാണ് വളരെ രസകരമായൊരു വാർത്ത വന്നത്. അതും രണ്ടായി പിളർന്നു. കാരണം അതിൻ്റെ സ്ഥാപകരായിട്ടുള്ള ശ്രീമാൻ ആദരണീയനായ കേരള രാഷ്ട്രീയത്തിലെ ഒരു ഭീഷ്മർ എന്ന് വിശേഷിക്കപ്പെട്ട ഈ ആർ ബാലകൃഷ്ണന്റെ മകൾ, അതായത് ഇപ്പോഴത്തെ ആർ ബാലകൃഷ്ണന്റെ മകൻ മന്ത്രിയായിരിക്കുന്ന ഗണേഷ് കുമാറിന്റെ മകൾ മറ്റൊരു RSP അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ബി സ്ഥാപിച്ചു എന്നൊക്കെ ഒരു വാർത്തയൊക്കെ മുൻപ് പറഞ്ഞിരുന്നു. അതിനെ സംബന്ധിച്ച് കൂടുതൽ പുറത്ത് വിവരങ്ങൾ വരാത്തത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. മറ്റൊരു പ്രധാന രസകരമായ പാർട്ടി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ RSP ലെനിനിസ്റ്റ് എന്ന് പറയുന്നതാണ്. കോവൂർ കുഞ്ഞുമോൻ എന്ന് പറയുന്നതാണ് ആ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഇപ്പോഴത്തെ MLA. അദ്ദേഹം വിജയിച്ചിരിക്കുന്നത് കുന്നത്തൂർ, കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സംവരണ മണ്ഡലത്തിൽ നിന്നാണ്. അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേരാണ് RSP ലെനിനിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പാർട്ടി പാഴൂർ പഠിക്കെ പോയി നോക്കിയാലും ഇന്ത്യയിൽ ഒരിടത്തും കേരളത്തിൽ ഒരിടത്തും കാണത്തില്ല. അപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പാർട്ടി എന്ന രീതിയിലാണ് ഈ ഇടതുപക്ഷ മുന്നണിയിലെ അദ്ദേഹത്തിന്റെ സ്ഥാനം. പിന്നെ മറ്റൊന്ന് കോൺഗ്രസ് എസ് ആണ്. അതായത് ബഹുമാന്യായ രാമേന്ദ്രൻ കടന്നപ്പള്ളി പ്രതിനിധാനം ചെയ്യുന്ന ഒരു കക്ഷിയാണ് കോൺഗ്രസ് എസ്. അത് ഉന്മൂലനാശം വന്നിട്ട് അനേക നൂറ്റാണ്ടുകളായി. അതിനകത്ത് മിക്കവാറും ഒരു ഓട്ടോറിക്ഷയിൽ കയറാനുള്ള ആളുകൾ പോലും ഉണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ അദ്ദേഹത്തിനും ഒരു മന്ത്രിസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുത്തു. അതായത് രാമേന്ദ്രൻ കടന്നപ്പള്ളി ഇപ്പോൾ തുറമുഖ വകുപ്പിന്റെ ഒരു മന്ത്രിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ള മറ്റൊരു ഒറ്റയാൾ കക്ഷിയാണ് ഇപ്പോൾ നമുക്ക് പറയാവുന്നത് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്ന INL. നമുക്കറിയാം INL-ഉം ഇതുപോലെ ഒരു MLA-യുമായി രംഗത്ത് വന്ന് എങ്ങനെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ടപ്പോൾ അഹമ്മദ് ദേവർകോവിൽ എന്ന് പറയുന്ന അവരുടെ ഒരു MLA-ക്കും മന്ത്രിസ്ഥാനം കിട്ടി. അത് അരമന്ത്രിയായി 2.5 വർഷം പൂർത്തിയായി. അദ്ദേഹം ഇറങ്ങിയപ്പോഴാണ് നേരത്തെ ഉള്ള ധാരണ അനുസരിച്ച് ബാക്കി അരമന്ത്രിയായി ശ്രീമാൻ രാമേന്ദ്രൻ കടന്നപ്പള്ളിയെ നിയോഗിച്ചു. ഇനിയുള്ള ഒരു ഒറ്റയാൾ കക്ഷി വളരെ രസകരമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖ്യകക്ഷികളുടെ ചരിത്രം. ആ പാർട്ടിയുടെ പേരാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. അത് പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ മുൻ മന്ത്രിയായ ബഹുമാനപ്പെട്ട ആന്റണി രാജുവാണ്. ആ പാർട്ടിയുടെയും പ്രാദേശിക ഘടകങ്ങൾ എവിടെയുണ്ട്, എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനം എന്നുള്ളത് അറിയണമെങ്കിൽ അദ്ദേഹത്തോട് തന്നെ രഹസ്യമായോ പരസ്യമായോ ചോദിക്കേണ്ടി വരും. അദ്ദേഹത്തിന് ഒരു ഭാഗ്യമുണ്ടായി, ഒരു അരമന്ത്രിയാകാൻ സാധ്യത കിട്ടി. അദ്ദേഹമായിരുന്നു കേരളത്തിലെ ഗതാഗത മന്ത്രി. 2.5 വർഷം പൂർത്തിയായപ്പോൾ മുൻ ധാരണയനുസരിച്ച് അദ്ദേഹത്തെ ഒഴിവാക്കി അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്കാണ്
മറ്റൊരു ഒറ്റയാൾ കക്ഷിയായിട്ടുള്ള KCB, കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയായി ശ്രീമാൻ ഗണേഷ് കുമാർ വരുന്നത്. ഈ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും നമ്മൾ പറയേണ്ട. അതിന്റെ നേതാവ് മുൻ മന്ത്രിയായിരുന്ന ഇപ്പോൾ MLA ആയിരിക്കുന്ന ആളൊരു നാണം കെട്ട ഒരു ക്രിമിനൽ കേസിൽ ഇപ്പോൾ പ്രതിയായി കോടതിയുടെ വരാന്തയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വക്കീലായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കക്ഷിയായ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി കോടതി ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് സ്വാധീനിച്ച് തൊണ്ടി മുതൽ പുറത്തെടുത്തുകൊണ്ട് പോയി അത് വെട്ടിച്ചുരുക്കി തിരിച്ചു കോടതിയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പ്രതിയെ വെറുതെ പിടിക്കത്തക്ക രീതിയിൽ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു തരം വൃത്തികെട്ട നാണം കെട്ട കളി കളിച്ച് ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോഴും MLA ആയി നടക്കുകയാണ്. അപ്പോൾ ആ പാർട്ടിയുടെ ഭാവി എന്താണെന്നുള്ളതിനെ കുറിച്ച് പൊതുജനം ഇപ്പോൾ തന്നെ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റ് ഒരു പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കക്ഷിയാണ് ഇതുപോലെ നാം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 11 കക്ഷികളിൽപ്പെട്ട RJD എന്ന് പറയുന്നതായിട്ട് രാഷ്ട്രീയ ജനതാദൾ. ആ പാർട്ടിയുടെ ചരിത്രവും വളരെ വിചിത്രമാണ്. അവിടെ ആ പാർട്ടിയെ ഇപ്പോൾ അസംബ്ലിയിൽ പ്രതികരിക്കുന്ന ബഹുമാനപ്പെട്ട KP മോഹനനാണ്. KP മോഹനൻ MLA ആകുമ്പോൾ അദ്ദേഹം ലോക ജനതാദൾ എന്ന് പറയുന്ന LJD എന്ന് പറയുന്ന ഒരു പാർട്ടിയിലെ അംഗമായിട്ടാണ് നിയമസഭയിൽ എത്തിയത്. എന്നാൽ ക്രമേണ LJD ദേശീയമായി RJDയിൽ ലയിച്ചപ്പോൾ ഈ പറയുന്ന KP മോഹൻ ഇപ്പോൾ അറിയപ്പെടുന്നത് RJDയുടെ MLA ആയിട്ടാണ്. അതാണ് മറ്റൊരു ഒറ്റയാൾ കക്ഷി എന്ന് പറയുന്നത്. വേറൊരു MLA പോലും അവർക്കില്ല. പിന്നീട് വളരെ ഉള്ള ഒരു കക്ഷിയാണ് NCP, നാഷണൽ കോൺഗ്രസ് പാർട്ടി. ആ NCPയുടെ അവസ്ഥയാണ് ഇപ്പോൾ ഈ വിഷയം, ഈ ഒരു വീഡിയോ തന്നെ ചെയ്യാനായിട്ട് പ്രേരകമായത്. എന്തൊരു പരിതാപകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ NCPയുടെ അവസ്ഥ. ഇവിടെ NCP എന്ന് പറയുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു 2 വിഭാഗമായി മഹാരാഷ്ട്രയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP അവിടെ പിളർന്ന് 2ആയിരിക്കുകയാണ്. ശരത് പവാറിന്റെ കുടുംബത്തിൽപ്പെട്ട അജിത് പവാർ തന്നെ ഒരു വിഭാഗത്തെ നേതൃത്വം കൊടുക്കുന്നു. അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സഖ്യകക്ഷിയുമാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സഖ്യകക്ഷിയായ ഒരാൾക്ക് ഇവിടെ ആ പാർട്ടിയുടെ പ്രതിനിധിക്ക് എങ്ങനെ ഈ പറയുന്ന LDFന്റെ ഘടകകക്ഷിയാകാമെന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ ശരത് പവാറിന്റെ പാർട്ടിക്കുണ്ടായിരുന്ന ചിഹ്നവും കൊടിയും ഒക്കെ നഷ്ടപ്പെട്ടു. ശരത് പവാറിന്റെ ചിഹ്നത്തിൽ പേരിലാണ് ഈ പറയുന്ന 2 MLA മാർ ശ്രീ തോമസ് കെ തോമസും AK ശശീന്ദ്രനും കേരള നിയമസഭയിൽ MLA ആയിരിക്കുന്നത്. അതുപോലെ ദുർഗതി പിടിച്ച മറ്റൊരു പാർട്ടിയാണ് ജനതാദൾ S. അവർക്കും 2 MLA മാരുണ്ട്. അതിൽ ഒരാൾ മന്ത്രിയാണ് ശ്രീ K കൃഷ്ണൻകുട്ടി, വൈദ്യുതി മന്ത്രി. മാത്യു T തോമസ് ആണ് പാർട്ടിയുടെ അധ്യക്ഷൻ. അവരും ആകെ കൂടെ വൈതരണിയിലാണ്. കാരണം ജനതാദൾ S ആയി അവർ വന്നത് ദേവഗൌഡയുടെ അംഗീകാരത്തോടും ദേവഗൌഡയുടെ പാർട്ടിയുടെ പ്രതിനിധിയായും അവരുടെ കൊടിയും ചിഹ്നവും ഉപയോഗിച്ചാണ്. എന്നാൽ ഇപ്പോൾ ദേവഗൌഡയുടെ ജനതാദൾ എവിടെ നിൽക്കുന്നു? അവരും ഇപ്പോൾ BJPയുടെ കൂടാണ്. കാരണം അദ്ദേഹത്തിന്റെ മകൻ കേന്ദ്രത്തിൽ SD കുമാരസ്വാമി ഒരു മന്ത്രിയാണ്. അപ്പോൾ BJPയുടെ കൂടെ നിൽക്കുന്ന ഒരു കക്ഷിക്ക് കേരളത്തിൽ എങ്ങനെ LDFന്റെ ഭാഗമായി ആകാൻ കഴിയും? അപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ചില കക്ഷികളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ LDFൽ ഉൾപ്പെട്ട് നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും കൗതുകകരമായ സംഗതി. മിക്കവാറും 2026 ആകുമ്പോഴത്തേന് ഞാൻ ഈ പറഞ്ഞ 8 പ്രധാനപ്പെട്ട ഈ ഒറ്റയാൾ കക്ഷികളും അന്യം നിന്ന് പോകും, വംശനാശം ഉണ്ടാകും എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞ ആന്റണി രാജുവിന്റെ പാർട്ടിയും അതുപോലെ ഇന്ത്യൻ നാഷണൽ ലീഗും അതുപോലെ കോൺഗ്രസ് എസിലുമൊക്കെ ഇപ്പോഴത്തെ നേതാക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടാകുമെന്നുള്ളത് അവർ തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കും. ജനതാദൾ എസിന്റെയും NCPയുടെയും ചിഹ്നം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന NCP ശരത് പവാർ ഒരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ MLA അല്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ MLA സ്ഥാനവും ജനതാദൾ എസിന്റെ MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും തെറിക്കും. കാരണം അവരും ഈ പറയുന്ന ജനതാദൾ എസ് ദേവഗൌഡയുടെ പാർട്ടി പൊടിയും ചിഹ്നവും ഉപയോഗിച്ചാണ് മത്സരിച്ച് ജയിച്ചത്. ദേവഗൌഡ BJP പോകുമ്പോൾ അവർക്ക് എങ്ങനെ BJPയിൽ നിന്നുകൊണ്ട് ഈ LDF നിൽക്കാൻ കഴിയും? അങ്ങനെയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് NCP ഉണ്ടാക്കുന്ന നാണം കെട്ട മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള പിടിയും വലിയും ഈ LDFനെ വല്ലാതെ അലോരസപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു മന്ത്രി കസേരയിൽ ചാടിക്കയറണമെന്ന വളരെ 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 ഹീനമായിട്ടുള്ള ദുഷ്ടലാക്കോടുകൂടി
അധികാരമോഹത്തോടുകൂടി ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു പാർട്ടിയെയും കൊണ്ട് LDFന് എത്ര മുന്നോട്ട് പോകാൻ ഒക്കുമെന്നുള്ളത് പൊതുസമൂഹം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് 11 കക്ഷികളുള്ള LDFലെ 8 കക്ഷികളും CPM-ഉം CPI-യും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഒഴിച്ചുള്ള എല്ലാ ഒറ്റയാൾ കക്ഷികളും ഓരോരോ മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കക്ഷികൾ അവരെ പ്രാദേശിക കക്ഷികൾ എങ്ങനെ വിളിക്കണം, ദേശീയ കക്ഷികൾ എങ്ങനെ വിളിക്കണം, എന്തോ കക്ഷിയെന്ന് വിളിക്കണമെന്ന് പോലും ആളുകൾക്ക് നിശ്ചയമില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, 2026 തെരഞ്ഞെടുപ്പോടുകൂടി ഈ പറയുന്ന ഒറ്റയാൾ കക്ഷികൾ പലതും ഉന്മൂലനാശം വരും. അടിവേര് പോലും ഇളകി ഛിന്ന ഭിന്നമായി പോകും, എവിടെയെങ്കിലും ശരണം തേടേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു വളരെ സങ്കടകരമായ, വിചിത്രമായ, കൗതുകകരമായ ഒരു കാഴ്ചയാണ് വരും നാളുകളിൽ കേരള സമൂഹം കാണാൻ പോകുന്നത്.